സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തയായി വിളിക്കട്ടെ. ഈശോയിലെ എനിക്ക് ഏറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, പുതിയ പന്തക്കുസ്ത എന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ദൈവം അവസരമൊരുക്കുന്നതിനോർത്ത് ഞാനേറെ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുതലും കരം പിടിച്ചുള്ള വഴിനടത്തലും അതാണ് ഈ പുതിയ പന്തക്കുസ്ത ശുശ്രൂഷയുടെ മുതൽ മുടക്ക്. ദൈവം നിങ്ങളെയൊക്കെ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെ കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ വാക്കുകൾ ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തിയില്ലേ നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഒരു പുതിയ വത്സരത്തിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തുന്നതിൻ്റെ വൻ കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയും. കർത്താവ്, ഈ പുതുവത്സരത്തിൽ ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടും അഭിമാനത്തോടും കൂടെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയും. കർത്താവ്, ഈ പുതുവത്സരം ആത്മാവിനാൽ നിറയപ്പെട്ടൊരു വത്സരമാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് ചുറ്റും നിന്റെ കരുതലുള്ള സ്നേഹം കോട്ട തീർക്കട്ടെ. സർവപൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ജഡത്തിൻ്റെ ദുരാഗ്രഹങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയെ നീ കാത്തുകൊള്ളുമാറാകണേ. നിന്റെ നാമത്തിൽ, നിന്റെ വലിയ കുരിശിൻ്റെ അടയാളത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് കൈക്കൊള്ളുമാറാകണേ, അനുഗ്രഹിക്കുമാറാകണേ. ആമേൻ. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതുവത്സരത്തിൻ്റെ പുതുമയിലാണ് എല്ലാവരും. പുതുവത്സരം ഒരു പുതിയ ഉണർവാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പുതുവത്സരം നമ്മെ പുതിയ ആകാശത്തിലേക്കും പുതിയ ജീവിതത്തിലേക്കും ക്ഷണിക്കുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. കഴിഞ്ഞ വർഷം റോമിൽ നമ്മുടെ പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ അയക്കപ്പെട്ടു. തദവസരത്തിൽ ഞാൻ റോമിലെ ചരിത്രപരമായിട്ട് പ്രധാനപ്പെട്ട കുറേയേറെ സ്ഥലങ്ങൾ വീണ്ടും ഒന്ന് പുതിയതായിട്ട് കാണാനായിട്ട് പോവുകയുണ്ടായി. ഇങ്ങനെയുള്ള സന്ദർശന വേളയിൽ ഞാൻ റോമിലെ വളരെ പുരാതനമായിട്ടുള്ള ഒരു വിജാതീയ അമ്പലം സന്ദർശിക്കാനായിട്ട് കാരണമായി. റോമ ക്രൈസ്തവവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പുള്ള വളരെ പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ജാനുസ് എന്ന ദൈവമാണ്. ഇതിന് 2 മുഖമുണ്ട്. മുൻപിലോട്ടും ഒരു മുഖം, പിറകിലോട്ടും ഒരു മുഖം. അതാണ് ഈ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. മുന്നോട്ടും നോക്കാനുള്ള കഴിവുണ്ട്, പിറകിലോട്ടും നോക്കാനുള്ള കഴിവുണ്ട്. ഈ ദൈവം ഒരുപക്ഷെ ഈ പുതുവത്സരത്തിൻ്റെ ആന്തരിക ഭാവത്തിൻ്റെ ഒരു സങ്കല്പമാണ്. മനുഷ്യൻ പിറകോട്ടും നോക്കണം, മനുഷ്യൻ മുന്നോട്ടും നോക്കണം. പുതുവത്സരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് നൽകുന്ന ഒരു പുതിയ അവസരമാണ്. ഈ പുതിയ അവസരം അർത്ഥവത്തായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കഴിഞ്ഞ വർഷത്തിലെ നമുക്ക് പറ്റിയ പാളിച്ചകളെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടാകണം. മാനസാന്തരം എന്നൊക്കെ പറയുന്നത് എന്താ? മാനസാന്തരം എന്ന് പറയുന്നത് എൻ്റെ പഴയ ജീവിതം താറുമാറായി
അതിൽ നിന്ന് പാഠം പഠിക്കാനുള്ള സുബോധം എനിക്കുണ്ടാകുമ്പോഴാണ് മാനസാന്തരം ആരംഭിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ പാളം തെറ്റിയ ജീവിതം, തലകുത്തി നിന്ന ജീവിതം, അത് പുതുക്കി പണിയുന്ന എപ്പോഴാണ്? അത് പുതുക്കി പണിയുന്നത് അപ്പോൾ അവന് സുബോധമുണ്ടായി. ആ പ്രയോഗം വളരെ അർത്ഥവത്താണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. എന്താണ് ഈ സുബോധം? സുബോധം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. 1, എനിക്ക് തെറ്റുപറ്റി. 2, എൻ്റെ തെറ്റ് ഗുരുതരമാണ്. 3, എൻ്റെ തെറ്റ് എനിക്ക് തിരുത്താൻ പറ്റും. 4, എനിക്ക് തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. സ്നേഹമുള്ളവരെ, ഈ ആത്മശോധന എന്നൊക്കെ പറയുന്നത് പഴകിയ ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെട്ട് പുതച്ചുമൂടി ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല. ആത്മശോധന എന്ന് പറയുന്നത് ഒരു പുതിയ ഉൾക്കാഴ്ചയാണ്. സുബോധമുണ്ടായി, അവന് സുബോധമുണ്ടായി. വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാളനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധനായ അംബ്രോസിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് മാനസാന്തരം സ്വീകരിക്കുന്നത്. അംബ്രോസ് മിലാനിലെ മെത്രാപ്പൊലീത്തയായിരുന്നു. അദ്ദേഹം തൻ്റെ കത്തീഡ്രലിൽ നടത്തിയ പ്രസംഗങ്ങൾ അത് അഗസ്തീനോസിനെ ആകർഷിച്ചു. പാപത്തിന്റെ നിരാശയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് അഗസ്തീനോസ്. നിങ്ങൾക്കറിയാം, അഗസ്തീനോസ് തൻ്റെ ആത്മകഥയിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ധൂർത്തപുത്രന്റെ കഥ എൻ്റെ സ്വന്തം കഥയാണെന്നാണ്. എന്നിട്ട് അഗസ്തീനോസ് പറയുകയാണ്, ഞാൻ നിരാശ പിടിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അംബ്രോസ് എന്നോട് പറഞ്ഞു, നീ എടുത്തു വായിക്കണം, വിശുദ്ധ ഗ്രന്ഥം എടുത്തു വായിക്കണം. വിശുദ്ധ ഗ്രന്ഥം എടുത്തു വായിച്ചപ്പോൾ അഗസ്തീനോസിനെ ആത്മാവ് നൽകിയ ഒരു തിരുവചനമുണ്ട്. അതിപ്രകാരമാണ്: രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് പകലിനെ യോജിച്ച വിധം നീ വർത്തിക്കുക. ഒരുപക്ഷെ ആത്മശോധന നമ്മിൽ സൃഷ്ടിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഭാവമെന്ന് പറയുന്നത് ഇതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധനായ അഗസ്തീനോസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുകയാണ്, ഈ തിരുവചനമാണ് എൻ്റെ ജീവിതത്തിലെ പന്തക്കൊസ്ത. എനിക്ക് ആത്മാവ് നൽകപ്പെട്ടു. എൻ്റെ പഴകിയ മനുഷ്യന് ഉരിഞ്ഞു മാറ്റാൻ എനിക്ക് കഴിയുമെന്നുള്ള പ്രത്യാശ. എൻ്റെ പഴകിയ ജീവിതം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളയുവിൻ, നിങ്ങൾ പുതുക്കപ്പെട്ട മനുഷ്യരാകുവിൻ. അഗസ്തീനോസ് പറയുകയാണ്, ഈ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ച ഒരു താളലയുണ്ട്. എൻ്റെ പഴകിയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു മാറ്റണം. ഞാൻ ഒരു പുതുക്കപ്പെട്ട മനുഷ്യനായിട്ട് ജീവിക്കണം. ആത്മശോധന നമ്മെ നയിക്കേണ്ടത് പുതിയ ജീവിതക്രമത്തിലേക്കാണ്. ഈ പുതിയ വർഷത്തിലെ ആദ്യത്തെ ദിവസം നമ്മൾ വായിക്കുന്ന സുവിശേഷം വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു സുവിശേഷ. ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ചുള്ള ലൂക്കായുടെ പരാമർശനമാണ് നമ്മൾ വായിക്കുന്നത്. എത്ര മനോഹരമാണെന്നറിയാമോ? യജമാനൻ തൻ്റെ തോട്ടത്തിൽ ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് കാര്യസ്ഥനോട് തർക്കിക്കുകയാണ്. എന്തിനാണ് ഈ അത്തിവൃക്ഷം ഈ തോട്ടത്തിൽ സ്ഥലം മെനക്കെടുത്തുന്നത്? ഇതിനെ വെട്ടിക്കളയേ, ഇത് സ്ഥലം പാഴാക്കുന്നത് വൃഥാവിലാണ്. അവിടെ കാര്യസ്ഥനായ കർഷകൻ യജമാനന്റെ മുമ്പിൽ ഒരു അപേക്ഷ വയ്ക്കുന്നുണ്ട്. 1 വർഷം കൂടെ അത് നിൽക്കട്ടെ കർത്താവേ, ഞാൻ അതിൻ്റെ ചുവട് കളച്ച് വളമിടാം, ഞാൻ അതിന് കുറേ കൂടെ വെള്ളം നൽകാം, ഞാൻ അതിനെ കുറേ കൂടെ പരിപാലിക്കാം, അടുത്ത വർഷത്തേക്ക് അത് പുതുഫലങ്ങൾ നൽകും. പുതുവത്സരം എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യജമാനന്റെ ഔദാര്യമാണ്. ഈ കൊല്ലം കാണാനായിട്ട് നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയ ഒരു ബോണസാണ്. ചിലപ്പോഴൊക്കെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ലോട്ടറി കിട്ടാത്തതിൽ വലിയ സങ്കടമുള്ളവരാ.
എന്തോരം മനുഷ്യരെ ലോട്ടറി എടുത്തിട്ട് കാശ് കളയുന്നേ. ലോട്ടറി കിട്ടാത്തതിൽ സങ്കടപ്പെട്ട് ഈ ശുശ്രൂഷയുടെ വേളയിൽ ലോട്ടറി കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്, ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ലോട്ടറി കാരുണ്യ ലോട്ടറിയാണ് ഈ കൊല്ലം. ഈ കൊല്ലം 2013 ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് നീട്ടുന്ന ഒരു പുത്തൻ അവസരമാണ്. ഈ അവസരം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് പോരുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ തിരുഹിത അറിയാനായിട്ട് തിരുവചനം എടുത്തൊന്ന് മറച്ചു നോക്കി. എൻ്റെ മുറിയിൽ നിന്ന് പോരുന്നതിന് മുൻപ് ഞാൻ തിരുവചനം എടുത്ത് വായിച്ചു. എനിക്ക് ദൈവം നൽകിയ തിരുവചനം ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 80-ാമത്തെ വചനമാണ്. അതെങ്ങനെയാണെന്നറിയാമോ? അവൻ പിന്നീട് മരുഭൂമിയിലായിരുന്നു, ആത്മാവ് കൊണ്ട് അവൻ നിറയപ്പെട്ടു. അവൻ അപ്പോൾ മരുഭൂമിയിലായിരുന്നു, ആത്മാവ് കൊണ്ട് അവൻ നിറയപ്പെട്ടു. ഈ പുതുവത്സരം നമ്മെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വലിയ ആഹ്വാനമാണ്. എന്തിനാണെന്നറിയാമോ? ആത്മാവ് കൊണ്ട് നിറയപ്പെടാൻ. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ആത്മാവിൻ്റെ കണ്ണാടിയിലൂടെ നോക്കിക്കാണാനായിട്ട് പഠിക്കണം. ഞാൻ ഈ മരുഭൂമി എന്ന വാക്കിൻ്റെ അർത്ഥം കുറെ കൂടെ അടുത്തറിയാനായിട്ട് പ്രാർത്ഥനാപൂർവം പരിശോധിച്ചപ്പോഴും മരുഭൂമി എന്ന് പറയുന്നത് വെള്ളം കിട്ടാത്ത സ്ഥലം, വൃക്ഷങ്ങൾ വളരാത്ത സ്ഥലം, മണലാരുണ്യം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നേ. എന്നാലേ ബൈബിളിൽ പറയുന്ന മരുഭൂമി കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. കർത്താവിൻ്റെ ഭക്തൻ കർത്താവിൻ്റെ കാൽപാദങ്ങളിലെ മറിയത്തെ പോലെ കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് മരുഭൂമി. ഞാനും നിങ്ങളും മരുഭൂമിയിലായിരിക്കുക, കർത്താവിൻ്റെ കൂടെയായിരിക്കുക, അവിടുത്തെ കാൽപാദങ്ങൾ കുത്തിയിരിക്കുക, അവിടുത്തെ തിരുവചനങ്ങൾ വായിക്കുക. നിങ്ങൾ ആത്മാവ് കൊണ്ട് നിറയപ്പെടും. നിങ്ങൾക്ക് പുതിയ പന്തക്കുസ്ത അനുഭവം ഉണ്ടാകും. ഇത് വിശ്വാസവർഷത്തിലെ പുതുവത്സരമാണ്. എന്തിനാ വിശ്വാസവർഷത്തിലെ പുതുവത്സരം? പുതിയ പന്തക്കുസ്തായ്ക്കുള്ള ആഹ്വാനമാണ്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ കുത്തിയിരിക്കുക. സ്നാപകനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സത്യസന്ധമാണ്. അവൻ മരുഭൂമിയിലേക്ക് പോയി, അവൻ മരുഭൂമിയിലായിരുന്നു, ആത്മാവിനാൽ അവൻ നിറയപ്പെട്ടു. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ പുതുവത്സരം ആത്മാവ് കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടമാകട്ടെ. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് പുതുക്കപ്പെട്ട മനുഷ്യരായിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ കഴിയട്ടെ. ഈ പുതിയ പന്തക്കുസ്ത നവസുവിശേഷവൽക്കരണത്തിലേക്കുള്ള ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. എന്തിനാ പുതിയ പന്തക്കുസ്ത? പുതിയ പന്തക്കുസ്ത പുതിയ സുവിശേഷവൽക്കരണത്തിനുള്ള വെല്ലുവിളിയാണ്. ഇന്ന് സുവിശേഷവൽക്കരണത്തിന് ഞാനും നിങ്ങളും ഭീരുക്കളാണ്. ഞാനും നിങ്ങളും പ്രാപ്തരല്ല. എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ പടിഞ്ഞാറോട്ട് നടക്കുകയാണ്, അസ്തമനത്തിലോട്ട് നടക്കുകയാണ് ഞാനും നിങ്ങളും. കഥകടച്ച് ഒളിച്ചിരുന്ന ശിഷ്യന്മാരെ പോലെ ഞാനും നിങ്ങളും ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോഴെങ്കിലും മരവിച്ച മനുഷ്യരാണ്. ഈ പുതുവത്സരം നമുക്കൊരു പുതിയ പന്തക്കുസ്ത നൽകണം. പുതിയ ആവേശത്തോടുകൂടെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് രണാങ്കണത്തിൽ ഇറങ്ങുന്നവരാകണം. ഈ പുതുവത്സരം എന്ന് പറയുന്നത് സുവിശേഷവൽക്കരണത്തിൻ്റെ വത്സരമാക്കി നമുക്ക് മാറ്റണം. നമ്മുടെ പാപങ്ങൾ, പഴകിയ പാപങ്ങൾ കൊണ്ട് ബന്ധിതമായ മനുഷ്യൻ, നമുക്ക് ബെത്സൈദ കുളക്കരയിലെ കർത്താവ് ആ തളർവാദ രോഗിയോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. നീ എഴുന്നേൽക്കുക, നിന്റെ കട്ടിലെടുത്ത് പോകുക. അവനെ കുറിച്ച് തർക്കവിതർക്കങ്ങൾ ഉണ്ടായപ്പോഴ് കർത്താവ് അവനോട് പറഞ്ഞു, നീ എല്ലാവരോടും പോയിട്ട് എന്താ സംഭവിച്ചത് എന്ന് പറയുക. ഞാനും നിങ്ങളുമൊക്കെ കർത്താവിൻ്റെ സുവിശേഷം സകല മനുഷ്യരോടും അറിയിക്കാനായിട്ട് സന്നദ്ധരാകണം. ഞാൻ ഈ സുവിശേഷ ദൂത് അവസാനിപ്പിക്കുന്നത് ഒരു കൊച്ചു അനുഭവം പറഞ്ഞിട്ടാ. പ്രിയമുള്ളവരെ, എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു വന്യ ഗുരുഭൂതൻ ഇന്ന് വാർദ്ധക്യത്തിലെ ഫീസുള എന്ന് പറയുന്ന ഒരു കൊച്ചു കുഗ്രാമത്തിൽ വിശ്രമ ജീവിതത്തിലാണ്. അദ്ദേഹം ഒരു ആർച്ച് ബിഷപ്പാണ്.
അദ്ദേഹത്തിന് അക്യൂട്ട് ഡയബറ്റിക്കാണ്, കണ്ണ് കാണാനൊക്കെ വിഷമമുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ഈ ആശ്രമത്തിൽ ചെന്നു. ഫ്രാൻസിസ് അസീസിയുടെ കാലം തുടങ്ങി പഴക്കമുള്ള ഒരു ആശ്രമമാണ്. ഇടുങ്ങിയ ഇടനാഴികൾ, കുടുക്കൂസ് മുറികൾ. അവിടെ ഒരു ചുമർചിത്രമുണ്ട് ആ കപ്പേളയിൽ. 2 കഴുതകളാണ്. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മൂത്ത കഴുതയുടെ മുഖം അസീസിലെ ഫ്രാൻസിസിൻ്റേതാണ്, കുട്ടിക്കഴുതയുടെ മുഖം ക്ലാരയുടേതാണ്. ഞാൻ എൻ്റെ ഗുരുഭൂതൻ്റെ കരം പിടിച്ചിട്ട് ചോദിച്ചു, എന്ത് കുരുത്തക്കേടായി കാണിച്ചിരിക്കുന്നത്? അസീസിലെ ഫ്രാൻസിസ് കഴുതയോ? വിശുദ്ധ ക്ലാര കഴുതയോ? എൻ്റെ ഗുരുഭൂതൻ എന്നോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം വായിക്കുക. കർത്താവ് ബെത്ഫാഗയിലെത്തി. അവിടത്തേക്ക് ജെറൂസലേമിലേക്ക് പോകണം, മാർഗമില്ല. എങ്ങനെ അവിടുന്ന് പോകുക? അവിടത്തേക്ക് ആഘോഷമായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അല്പം ഔദ്യോഗികമായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. താൻ രക്ഷകനാണെന്നും വരാനിരിക്കുന്ന ദാവീദിൻ്റെ രാജസിംഹാസനത്തിൻ്റെ അവകാശിയാണെന്നൊക്കെ അവിടത്തേക്ക് തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, പറ്റാത്ത കാര്യം ആഗ്രഹിക്കാതിരിക്കാൻ നല്ലത്. കർത്താവ് 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മുന്നോട്ടുള്ള ഗ്രാമത്തിലേക്ക് പോകുക. അവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങളതിനഴിക്കണം. അതിനഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥ സ്വാഭാവികമായിട്ട് നിങ്ങളോട് തർക്കിക്കും, എൻ്റെ സ്വകാര്യ സ്വത്ത് നിങ്ങൾ എന്താ അഴിച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങൾ മറുപടി പറയണം, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അസീസിലെ ഫ്രാൻസിസ് എപ്പോഴും തൻ്റെ സഹ സന്യാസിമാരോട് പറഞ്ഞിരുന്നത്, തൻ്റെ ശുശ്രൂഷകളെല്ലാം തന്നെ കർത്താവിനെ ചുമക്കാനുള്ള കഴുതയുടെ പണിയാണ്. തൻ്റെ എല്ലാ ശുശ്രൂഷകളും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, കർത്താവിൻ്റെ യാത്ര ബെത്ഫാഗയിലെത്തിയിരിക്കുക. കർത്താവിന് ജെറൂസലേമിലേക്ക് പോകാൻ മാർഗമില്ല. ഇന്ന് വിഷ്വൽ മീഡിയ ജെറൂസലേമാണ്. ഇന്ന് പത്രപ്രവർത്തനങ്ങൾ, മാധ്യമം ജെറൂസലേമാണ്. ഇന്ന് ശാസ്ത്രലോകം, സാങ്കേതിക ലോകം ജെറൂസലേമാണ്. ഇന്ന് യുവാക്കളുടെ ഇടയിലുള്ള പ്രേക്ഷിത ശുശ്രൂഷ, കർത്താവിന് പോവാൻ ആഗ്രഹമുള്ള ജെറൂസലേമാണ്. സിനിമയുടെ ഒരു ലോകമുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ ഒരു ലോകമുണ്ട്, കച്ചവടക്കാരുടെ ഒരു ലോകമുണ്ട്. കർത്താവ് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ജെറൂസലേമുകളുണ്ട്. കർത്താവിന് ആഫ്രിക്കയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്. കർത്താവിനെ, യൂറോപ്പിനെ വീണ്ടും പുനർസുവിശേഷവൽക്കരിക്കാൻ ആഗ്രഹമുണ്ട്. വിട്ടുപോയവരെ തിരിച്ചു പിടിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം കർത്താവ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ജെറൂസലേമുകളാണ്. ഈ ബെത്ഫാഗയിൽ നിന്ന് കർത്താവിന് ജെറൂസലേമിലേക്ക് സംവഹിക്കാൻ കർത്താവിന് കഴുതകളെ ആവശ്യമുണ്ട്. തട്ടിൽ പിതാവും സന്തോഷ് ബ്രദറും എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ ഈ കഴുതകളാണ്. നമ്മുടെ കഴിവുകള് അഴിക്കാൻ സമ്മതിക്കുക. ഈ കഴുതയെക്കുറിച്ച് സുവിശേഷത്തിലൊരു പരാമർശനമുണ്ട്, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത. ഞാനൊരു പുതിയ ലോകത്തിലാ. ഇന്ന് ഞാൻ ടെലിവിഷന്റെ ലോകത്തിലാ. പണ്ട് പിതാവ് പള്ളിക്കകത്ത് പ്രസംഗിച്ചിരുന്ന ഒരാളാ. ഇന്ന് ടെലിവിഷനാണ് എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുന്നത്. കർത്താവ് പോകാൻ ആഗ്രഹിക്കുന്ന ജെറൂസലേമിലേക്ക് തട്ടിൽ പിതാവ് കഴുതയാകുന്നു, സന്തോഷ് കുട്ടിക്കഴുതയാകുന്നു. പുതിയ പന്തക്കുസ്ത അവിടെയാണ്. ഞാനും നിങ്ങളും കർത്താവിനെ സംവഹിക്കുന്ന കർത്താവിൻ്റെ ഇഷ്ടപ്പെട്ട കഴുതകളാകുക. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കൈകളിലൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. അറിവിൻ്റെ തലത്തിലെ നിങ്ങൾ ആകാശം മുട്ടേ ഗോപുരങ്ങളെ പോലെ വലിയവരാ. എന്നെ കേൾക്കുന്ന ബിഷഗുരന്മാര്, എന്നെ കേൾക്കുന്ന വക്കീൽമാര്, എന്നെ കേൾക്കുന്ന എഞ്ചിനീയർമാര്, രോഗികളുടെ അടുക്കൽ ശുശ്രൂഷിക്കുന്ന നഴ്സുമാര്, അടുക്കളയിൽ പാടുപെട്ട് പണിയെടുക്കുന്ന അമ്മമാര്, ചുമട്ട് തൊഴിലാളികള്, കടബാധ്യതയുള്ളവര്, രോഗങ്ങളുള്ളവര്, നിങ്ങളൊക്കെ തന്നെ കർത്താവിന് പോകാനുള്ള കഴുതകളുടെ സ്ഥാനം വഹിക്കുന്നവരാ. എല്ലാവർക്കും ഇന്ന് കർത്താവ് ദൗത്യം നൽകുന്നു. പുതിയ പന്തക്കുസ്തായിൽ നിന്ന് നവസുവിശേഷവൽക്കരണത്തിൻ്റെ ചക്രവാളങ്ങൾ. അങ്ങനെ ഈ പുതുവത്സരം അർത്ഥവത്താക്കാൻ കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ.
പുതുവത്സരം സമ്പൽ സമൃദ്ധവും സമാധാനപൂർണവും സൗഭാഗ്യപൂർണവുമാകട്ടെ. ആമേൻ. ആദ്യസഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ തന്ത ക്രിസ്തയായി